വിഴിഞ്ഞം തുറമുഖത്ത് പ്രവർത്തിക്കുന്ന വിവിധ സർവീസ് ഏജൻസികളിൽ ഇമെയിൽ വഴി ജോലി നേടാൻ അവസരം. തസ്തിക, യോഗ്യത, ജോലി പരിചയം എന്നിവ നോക്കാം. 1. നെറ്റ്വർക്ക് അഡ്മിൻ, ടോസ് അഡ്മിൻ. യോഗ്യത ബി.ടെക്, 5 വർഷം എക്സ്പീരിയൻസ്. 2. ഡെസ്ക്ടോപ്പ് ചെക്കർ. യോഗ്യത ബി.ടെക്, 3 വർഷം എക്സ്പീരിയൻസ്. 3. CCTV OSR സപ്പോർട്ട് എഞ്ചിനീയർ. യോഗ്യത ബി.ടെക് CS, 4 വർഷം എക്സ്പീരിയൻസ്. 4. ആപ്ലിക്കേഷൻ അഡ്മിൻ ഓട്ടോമേഷൻ സിസ്റ്റം. യോഗ്യത ബി.ടെക് CS, 4 വർഷം എക്സ്പീരിയൻസ്. 5. യാർഡ് പ്ലാനർ. യോഗ്യത ബി.ടെക് CS, MBA, 5 വർഷം എക്സ്പീരിയൻസ്. 6. റേഡിയോ ഓഫീസർ. യോഗ്യത HSC, GMD, SSGOC, 2 അല്ലെങ്കിൽ 5 വർഷം എക്സ്പീരിയൻസ്. 7. മാനേജർ മെറൈൻ സർവീസ്. യോഗ്യത 10-12 വർഷം റേഡിയോ ഓഫീസറായി ജോലി പരിചയം. 8. ജെട്ടി സൂപ്പർവൈസർ, സമാന തസ്തികയിൽ ജോലി പരിചയം. 9. ഓഫീസർ മെറൈൻ മെയിൻ്റനൻസ്. യോഗ്യത ITI ഡിപ്ലോമ, 2 അല്ലെങ്കിൽ 5 വർഷം എക്സ്പീരിയൻസ്. 10. വേബ്രിഡ്ജ് ഓപ്പറേറ്റർ. യോഗ്യത ഡിപ്ലോമ, ബിരുദം, 2 വർഷം എക്സ്പീരിയൻസ്. 11. എഞ്ചിനീയർ സിവിൽ. യോഗ്യത ബി.ടെക് സിവിൽ, 3-5 വർഷം എക്സ്പീരിയൻസ്. 12. എക്സിക്യൂട്ടീവ് സ്റ്റോഴ്സ്. യോഗ്യത ഡിപ്ലോമ, SAP, 5 വർഷം അനുഭവം. 13. സെക്യൂരിറ്റി ഗാർഡ്. യോഗ്യത +2 ജയം, 2 വർഷം എക്സ്പീരിയൻസ്. 14. റഫർ ടെക്നീഷ്യൻ. യോഗ്യത ITI ഡിപ്ലോമ, 3 അല്ലെങ്കിൽ 5 വർഷം എക്സ്പീരിയൻസ്. 15. RMQC ഓപ്പറേറ്റർ. യോഗ്യത ഡിപ്ലോമ, ബിരുദം, 3-5 വർഷം എക്സ്പീരിയൻസ്. 16. RST ഓപ്പറേറ്റർ. യോഗ്യത ഡിപ്ലോമ, ബിരുദം, 3-5 വർഷം എക്സ്പീരിയൻസ്. 17. ഗേറ്റ് ക്ലർക്ക്. യോഗ്യത ഡിപ്ലോമ, ബി.ടെക്. യോഗ്യത ബിരുദം, 3 അല്ലെങ്കിൽ 5 വർഷം വരെ എക്സ്പീരിയൻസ്. 18. HOS സിവിൽ. യോഗ്യത ബി.ടെക് സിവിൽ, 10-15 വർഷം അനുഭവം. 19. എസ്റ്റിമേഷൻ ആൻഡ്. യോഗ്യത ഡ്രാഫ്റ്റ്സ്മാൻ, ITI ഡിപ്ലോമ, 3 അല്ലെങ്കിൽ 5 വർഷം അനുഭവം. 20. സേഫ്റ്റി മാർഷൽ. യോഗ്യത ഡിപ്ലോമ, ബി.ടെക്, 2 അല്ലെങ്കിൽ 5 വർഷം വരെ എക്സ്പീരിയൻസ്. ജോലി നേടാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 20 മുമ്പ് സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ഇമെയിൽ വഴി CV അയക്കണം. 7ാം ക്ലാസ് ഉള്ളവർക്ക്, കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് പോസ്റ്റുകളിലായി മൊത്തം 4000 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. കേരള PSCയുടെ 1 ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഡിസ്ട്രിക്റ്റ് വൈസ് ഒഴിവുകൾ നോക്കാം. 1. തിരുവനന്തപുരം 449 ഒഴിവുകൾ. 2. കൊല്ലം 340. 3. പത്തനംതിട്ട 200. 4. ആലപ്പുഴ 232. 5. കോട്ടയം 254. 6. ഇടുക്കി 152. 7. എറണാകുളം 370. 8. തൃശ്ശൂർ 307. 9. പാലക്കാട് 295. 10. മലപ്പുറം 338. 11. കോഴിക്കോട് 313. 12. വയനാട് 130. 13. കണ്ണൂർ 323. 14. കാസർഗോഡ് 151 ഒഴിവുകൾ. പ്രായപരിധി ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് 18-നും 36-നും ഇടയിൽ. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല. എങ്ങനെ അപേക്ഷിക്കാം? ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ
ഔദ്യോഗിക വെബ്സൈറ്റായ www.kerala.psc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 31/12/2013 ശേഷം എടുത്തതായിരിക്കണം. 1/1/2022 മുതൽ പുതിയതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോയെടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും. ഫോട്ടോ സംബന്ധിച്ച് മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാടുകളിലും യൂസർ ID പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. കമ്മീഷൻ മുമ്പാകെ ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ കഴിയുകയില്ല. ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായ കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏതവസരത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ വിജ്ഞാപന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണുന്ന പക്ഷം നിരുപാധികമായി നിരസിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ജാതി, വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 ജനുവരി 17. കാറ്റഗറി നമ്പർ 535/2023. നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. വർക്കലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ റിസോർട്ടിലേക്ക് നിരവധി സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. ഒഴിവുകൾ: റിസപ്ഷൻ 4 ഫീമെയിൽ, ഹൗസ് കീപ്പിംഗ് 4 ഫീമെയിൽ, ഹൗസ് കീപ്പിംഗ് 4 മെയിൽ, റിസപ്ഷൻ 4 മെയിൽ, കുക്ക് 1 ഫീമെയിൽ. ഭക്ഷണം, താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷകർക്ക് 1 വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കുക്കിംഗ് അറിയാവുന്നവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 9497373330 9447468383. കാലിക്കറ്റ് സർവകലാശാലയിൽ കെമിസ്ട്രി വിഭാഗത്തിലെ DST പേഴ്സ് പ്രൊജക്റ്റിൽ വിവിധ ഒഴിവുകളിൽ നിയമനം. ജോലി ഒഴിവുകൾ: 1 പ്രോജക്റ്റ് അസോസിയേറ്റ് 5 ഒഴിവുകൾ, സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് 1 ഒഴിവ്, ലാബ് അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ 1 ഒഴിവ്. 40 വർഷമോ പദ്ധതി പൂർത്തീകരണം വരെയോ ആയിരിക്കും നിയമനം. ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 20 മുമ്പ് അപേക്ഷിക്കണം. കോൺടാക്റ്റ് നമ്പർ 9476503334. കാലിക്കറ്റ് സർവകലാശാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഫിസിക്സ് ലെക്ചറർ ഒഴിവ്. താൽക്കാലിക ദിവസവേതന നിയമനം ആയിരിക്കും. താൽപ്പര്യമുള്ളവർ ഡിസംബർ 22 അഭിമുഖത്തിൽ പങ്കെടുക്കുക. 2 കാലിക്കറ്റ് സർവകലാശാല EMS ചെയറിൽ ഒരു റിസർച്ച് അസിസ്റ്റൻറ്റ് ഒഴിവ്. നിയമന കാലാവധി 7 മാസം. യോഗ്യത: സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളിൽ PG. അഭിമുഖം ഡിസംബർ 20 രാവിലെ 11 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.